നിരീശ്വര നിർമ്മല യുക്തിവാദികളായ ആളുകൾ സത്യത്തിൽ അല്പബുദ്ധികളാണ്. കാര്യങ്ങളെ ഗ്രഹിച്ചു എന്നവർ ധരിക്കുകയും എന്നാൽ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാവുകയും ചെയ്തതാണ് അവരുടെ പരാജയത്തിന്റെ കാരണം. സുഖലോലുപന്മാരും യഥാർത്ഥ ജ്ഞാനം ലഭിക്കാത്തവരും വേദഗ്രന്ഥങ്ങളെയും പണ്ഡിതന്മാരെയും എല്ലാം ഒരു നിഷേധ സമീപത്തോടെ കാണുകയും ചെയ്യുന്ന ആധുനിക തലമുറയിലെ കുറെ ആളുകളും അത്തരം യുക്തിവാദികൾക്ക് അറിഞ്ഞോ അറിയാതെയോ വശംവദരായിക്കൊണ്ടിരിക്കുന്നതും വർത്തമാന കാലങ്ങളിലെ ദുരന്തപൂർണമായ ഒരു ചിത്രമാണ്. അതായത് നിരീശ്വരവാദികൾ പറയുന്നത് ശരിയായിരിക്കും, യുക്തിവാദികൾ പറയുന്നത് ശരിയായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ധാരാളം ആളുകൾ, മുസ്ലിം നാമധാരികൾ, ക്രൈസ്തവ നാമധാരികൾ, ഹൈന്ദവ നാമധാരികൾ, അങ്ങനെ പിന്നെ മതം വേണ്ട എന്ന് പറയുന്ന പുതിയ തലമുറയിലെ ധാരാളം ആളുകൾ, ഇവരെല്ലാം സത്യത്തിൽ അല്പബുദ്ധികളായ യുക്തിവാദികളെ അനുധാവനം ചെയ്ത് പരാജയപ്പെട്ടവരാണ്. നിലവിലെ സാഹചര്യത്തിൽ അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമാണ് എന്റെ ദുഃഖം. അല്ലാതെ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ, യുക്തിവാദികൾ പറയുന്നത് പോലെ ഇനി പണ്ഡിതന്മാർക്ക് കൂടുതലൊന്നും ജനങ്ങളെ അവരുടെ വരുതിയിൽ നിർത്താൻ കഴിയാത്തതിലുള്ള ഒരു കാലമാണ് എന്ന് പറയുകയും അതിന്റെ ഒരു പ്രയാസവും അതിന്റെ ഒരു നഷ്ടവും ഒരു മോഹനഷ്ടത്തിന്റെ വേബദ്ധുവിലാണ് മുസ്ലിയാക്കന്മാര്, പണ്ഡിതന്മാര് എന്നൊക്കെ, മൗലവിമാര് എന്നൊക്കെ തട്ടിവിടുന്ന യുക്തിവാദികളുണ്ട്. സത്യത്തിൽ അതല്ല. ഇപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്, ഇത് പകലാണ്. പക്ഷെ എന്തു പറഞ്ഞിട്ടും ഒരാൾക്ക് ഇത് പകലാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു. ധാരാളം തെളിവുകൾ, പകല് പോലെയുള്ള വസ്തുതകൾ പകലിന് തെളിവായി നമ്മൾ കാണിച്ചു കൊടുത്തിട്ടും അയാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയാളുടെ കാര്യത്തിൽ ഒരു സഹതാപമുണ്ടല്ലോ. എന്താ ആ സഹതാപത്തിന്റെ അടിസ്ഥാനം? ഒരു സമസൃഷ്ടി സ്നേഹം. നമ്മെ പോലെയുള്ള ഒരാൾക്ക് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന. ഈ വേദനയാണ് യുക്തിവാദികളോടും അവരെ അനുധാവനം ചെയ്യുന്നവരോടും ഈ വിഷയത്തിൽ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എന്നാൽ ഇസ്ലാമിക ദഅവ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാര്യം മനസ്സിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു സഹായിച്ചാൽ ഈ പ്രഭാഷണം അവർക്ക് ഉപകരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. അതല്ല, കാര്യം മനസ്സിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, കാര്യം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കാത്തവർ ഏത് അമ്പിയാക്കളുടെ കാലത്തും പ്രവാചകന്മാരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർ നേരത്തെ ദൃഢനിശ്ചയം ചെയ്തതാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകരുത്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കൊട്ട് കഴിയുകയുമില്ല. ഈ ഇന്നും നാളെയും നടക്കുന്ന പ്രഭാഷണങ്ങൾ സ്വർഗം എന്ന വിഷയത്തിൽ ആരെങ്കിലും തെറ്റുധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണു തുറപ്പിക്കാനും കാതു തുറപ്പിക്കാനും ആവശ്യമായ പ്രഭാഷണമാണ്. പടച്ചോൻ സഹായിച്ചാൽ അങ്ങനെ പ്രത്യാശിക്കുന്നു. അവർക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർ കാര്യത്തെ അറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏറെ സന്തോഷിക്കുന്നു. എന്തുകൊണ്ട്? ഏറ്റവും ചുരുങ്ങിയത് അവർ നഷ്ടപ്പെടുകയും അവരെ ലോകത്തിന് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടത്തെയാണ് ഞാൻ ഇവിടെ സഹതാപത്തോടു കൂടെ കാണുന്നത്. മനുഷ്യൻ യഥാർത്ഥം ഉൾക്കൊള്ളുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ബാധ്യതയാണ്. നാം ഈ ദൃശ്യമണ്ഡലത്തിൽ അഭിമുഖീകരിക്കുന്ന ജീവികളിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഏറെ കഴിയുന്ന ജീവി മനുഷ്യനാണ്.
മനുഷ്യന് ഉദാത്തമായ ജ്ഞാനതൃഷ്ണയുണ്ട്, ഉദാത്തമായ ഗ്രാഹ്യതയുണ്ട്, ഉന്നതമായ ബുദ്ധിവൈഭവമുണ്ട്. കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. ഉദാത്തമായ ഖുവത്ത് ഹാഫിളയുണ്ട്, ബ്രെയിൻ പവറുണ്ട്, മെമ്മറി പവറുണ്ട്. ഇങ്ങനെയുള്ള സമുന്നതങ്ങളായ ജ്ഞാനസിദ്ധികൾ, ജ്ഞാനതൃഷ്ണകൾ, സർഗസിദ്ധികൾ ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ഇതൊക്കെ ഉണ്ടായിട്ടും അതിനെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോഴുള്ള ഒരു വേദനയാണ് പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള പ്രബോധകരുടെ വേദന എന്നും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. യുക്തിവാദികളുടെ ഒരു ഉട്ടോപ്യൻ തട്ടിവിടൽ, അവരുടെ ഒരു സന്ദേഹത്തിന്റെ തട്ടിവിടൽ, അല്ലെങ്കിൽ അവർ ജനങ്ങളെ വഞ്ചിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് എന്തെന്നാൽ ഖുർആൻ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും സ്വർഗത്തെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, നരകത്തെക്കുറിച്ചും. വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെ പരാമർശിക്കുന്ന അനവധി ആയത്തുകൾ കാണാം. നാം അത് പിന്നീട് പരിശോധിക്കും സൗകര്യപൂർവ്വം. അതിനെ വിശദീകരിക്കുന്ന പുണ്യ റസൂലിന്റെ വചനങ്ങൾ, ഹദീസുകളാവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവയും ധാരാളമാണ്. ഏത് വിഷയത്തിൽ? സ്വർഗത്തെ വിശദീകരിക്കുന്ന വിഷയത്തിൽ ഖുർആനിന്റെ വചനങ്ങളും അതിനെ ഒന്നുകൂടി വ്യാപ്തമായി വിശദീകരിക്കുന്ന പുണ്യ റസൂലിന്റെ വചനങ്ങളും ഏറെയുണ്ട്. എന്നാൽ യുക്തിവാദികൾ തട്ടിവിടുന്നത് അതെല്ലാം ജനങ്ങളെ ചതിക്കാൻ വേണ്ടി മുഹമ്മദ് നടത്തിയ ഒരു മിഥ്യാസങ്കല്പമാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സ്വർഗമില്ല എന്ന് മുഹമ്മദിന് തന്നെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ജനങ്ങളെ ചതിച്ച് തന്റെ താല്പര്യത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി, ജനങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയും ഭയപ്പെടുത്താൻ വേണ്ടിയും മുഹമ്മദ് ഉപയോഗിച്ച ഒരു ഉട്ടോപ്യൻ സാമ്രാജ്യമാണ് സ്വർഗവും നരകവും എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം എന്നൊന്നില്ല, നരകം ഇല്ല, അതെല്ലാം മുഹമ്മദിന്റെ മിഥ്യാസങ്കല്പങ്ങളാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വെറുതെ ഇരിക്കുന്നത്. പുണ്യ റസൂൽ, ഞാൻ അവരുടെ ഭാഷയിൽ പറഞ്ഞതാണ്, വെറുതെ ഇരിക്കുന്നത്. പുണ്യ റസൂൽ അവരുടെ വാദം അതെല്ലാം മുഹമ്മദിന്റെ മിഥ്യാസങ്കല്പങ്ങളാണ്. അങ്ങനെ ഒരു ലോകമില്ല, ഒരിക്കലും അങ്ങനെ തേനും പാലും മുന്തിരിച്ചാറും ഒക്കെ ഒഴുകുന്ന ഒരു ലോകം ഉണ്ടാകൂല. ഇതൊക്കെ വെറുതെ മുഹമ്മദിന്റെ സങ്കല്പമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഇംഗിതത്തിനും തന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്കും തന്റെ ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി ജനങ്ങളെ വശപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് ചെയ്തു വെച്ച ഒരു തട്ടിവിടലാണ് സ്വർഗം എന്നാണ് അവർ വാദിക്കുന്നത്. ഈ നിരീശ്വരവാദികൾ ഏറെ പിടികൂടുന്ന മതമാണ് ഇസ്ലാം. എന്തുകൊണ്ട്? ലോകത്തെ അതിപ്രധാനവും സത്യസന്ധവും ഋജുവുമായ പന്ഥാവ് ഇസ്ലാം ആണെന്ന് അവർക്കറിയും, അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്ക് അറിയും. എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ പരാജയപ്പെടുത്താനോ തകർക്കാനോ കഴിഞ്ഞാൽ പിന്നെ മതത്തിന് തന്നെ നിലനിൽപ്പുണ്ടാവില്ല എന്നും അവർ ധരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം അവർ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് സംശയങ്ങൾ ഉണ്ടാക്കൽ മാത്രമാണ്, ഒരിക്കലും ആ സംശയത്തിന് നിലനിൽപ്പില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിലെ സ്വർഗം ഏറെ കൃത്യവും വ്യക്തവുമാണ്. ഇത് മുഹമ്മദിന്റെ മാത്രം മിഥ്യാസങ്കല്പം എന്ന് പറയുന്ന ഇവർ
എന്തുകൊണ്ട് മതങ്ങളെ പറ്റി പഠിക്കാൻ തയ്യാറാകുന്നില്ല? പ്രത്യേകിച്ച് സമാവി മതങ്ങൾ. സമാവി മതങ്ങൾ എന്നാൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ദിവ്യ വെളിപ്പാടുകളും സന്ദേശങ്ങളും ഗ്രന്ഥങ്ങളും, ചിലപ്പോൾ വെളിപ്പാടുകളും ചിലപ്പോൾ ഗ്രന്ഥങ്ങളും ഏൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാരാൽ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട മതങ്ങൾ. ഈ മതങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ പഠിക്കുന്നില്ല? ഏത് സമാവി മതമാണ് സ്വർഗത്തെ പറയാത്തത്? അതായത് സമാവി മതങ്ങൾ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് മനുഷ്യരെ തെരഞ്ഞെടുത്ത് അവരിലേക്ക് ദിവ്യ വെളിപ്പാടുകൾ നൽകി അവർ വഴിയായി ലോകത്ത് സന്ദേശമായി ഓരോ കാലഘട്ടത്തെയും ജനങ്ങളെ നേരായ പന്ഥാവിലേക്ക് നയിച്ച മതങ്ങൾ. അതാണ് സമാവി മതം. പിൽക്കാലഘട്ടത്തിൽ അതിലെല്ലാം മനുഷ്യരുടെ കൈകടത്തൽ നടക്കുകയും പല മതങ്ങൾക്കും വളരെ വലിയ അടിസ്ഥാന വ്യത്യാസങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം, ആ മതങ്ങളെല്ലാം അടിസ്ഥാനപരമായി സമാവി മതങ്ങളായിരുന്നു. ആകാശത്ത് നിന്ന് ദിവ്യ വെളിപ്പാട് ലഭിച്ചിട്ടുള്ള മതങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ മതങ്ങൾക്ക് എന്താണ് ഇന്ന് സംഭവിച്ചത് എന്ന് പറയാൻ ഈ സ്ഥലം ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പറയേണ്ട ഒരു സന്ദർഭവും ഇല്ല. അതൊക്കെ അതതിന്റെ അധ്യക്ഷന്മാർ പരിശോധിച്ച് നേര് വരുത്താൻ കഴിയേണ്ടതും തിരുത്തേണ്ടടുത്ത് തിരുത്തേണ്ടതും ശരിയാക്കേണ്ടത് ശരിയാക്കുകയും അബദ്ധങ്ങളെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതൊന്നും പറയുന്ന ഒരു ഡിബേറ്റിന്റെ പ്രഭാഷണമല്ല ഇത്. ചിന്തിക്കണം. എന്താണെങ്കിലും അത് അടിസ്ഥാനപരമായി ആ മതങ്ങൾ സമാവി മതങ്ങളാണ് എന്നത് ഉറപ്പാണ്. ആ മതങ്ങളിൽ തഹരീഫ് നടന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ മതങ്ങൾ തഹരീഫ് നടക്കുക എന്നാൽ എന്താണ്? തഹരീഫ് എന്നാൽ പല വിഷയങ്ങളെയും മാറ്റിത്തിരുത്തി, പല പദങ്ങളെയും മാറ്റിത്തിരുത്തി. അല്ലാതെ പൂർണ്ണമായി ആ മതത്തിന്റെ ഗ്രന്ഥങ്ങളെയോ മറ്റോ ഒഴിവാക്കാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അതിന്റെ സത്യസന്ധതയെ നഷ്ടപ്പെടുത്തും. ഞാൻ അതേക്കുറിച്ചൊന്നുമല്ല ഇപ്പോൾ പറയുന്നത്. അതൊക്കെ അതിന്റെ വിഷയങ്ങളാണ്. അത് അവർ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ മതങ്ങളെ താരതമ്യ പഠനം നടത്തുന്ന ബുദ്ധിമാന്മാരെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഖുർആൻ എല്ലാ ന്യൂനതകളിൽ നിന്നും അന്യമായ ഒരു വേദഗ്രന്ഥമാണ്. എന്തുകൊണ്ട്? മനുഷ്യരാശിക്ക് അതിൽ കൈകടത്താൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനിവിടെ പറയുന്നത് ജനങ്ങളെ ചതിക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ ശ്രോതാക്കൾ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം അല്പബുദ്ധികളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂട്ടത്തിൽ പറയട്ടെ, ഇത്തരം അല്പബുദ്ധികളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് ഒരിക്കലും നന്നല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേതുപോലെയാണ് കഴിവില്ലാത്ത ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കുന്നത് പോലെയാണ്. വ്യാജനായ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കും. എന്തുകൊണ്ട്? അയാൾക്ക് യഥാർത്ഥ ചികിത്സ അറിയില്ല, അയാൾ ചികിത്സയോട്ട് പഠിച്ചിട്ടും ഇല്ല. അത് അയാളോടുള്ള അസൂയ കൊണ്ട് പറയുകയല്ല, മാനവരാശിയോടുള്ള സ്നേഹം കൊണ്ട് പറയാം. ഇത്തരം അല്പബുദ്ധികളായ യുക്തിവാദികളുടെ പ്രഭാഷണങ്ങൾ ആരും കേൾക്കരുത്. കാരണം അവർക്ക് ജ്ഞാനമില്ല, അവർക്ക് സത്യമറിയില്ല, അവർ പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല. അവർ ഒരു തരം നിഷേധം കൊണ്ട് പിശാച് അവരെ ചതിച്ചതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഇത് മുഹമ്മദ് നബിയുടെ മിഥ്യാസങ്കല്പമാണെങ്കിൽ, സ്വർഗം അത് മുഹമ്മദ് നബിയുടെ മിഥ്യാസങ്കല്പമാണെങ്കിൽ, ലോകത്ത് ഏതു മതത്തിലാണ്, ഏതു പ്രവാചക മതത്തിലാണ് സ്വർഗത്തെ പറയാത്തത്? പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ വഴി വന്ന മതങ്ങൾ. ഉദാഹരണം സയ്യിദുനാ മൂസ,
മോശെ എന്ന് പറയുന്ന, മോസസ് എന്ന് ആംഗലേയർ പറയുന്ന, മോശെ എന്ന് പലപ്പോഴും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഖുർആൻ മൂസ എന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ മതം. അതിനെ തുടർന്ന് വന്ന ജനതയാണല്ലോ എന്തൊക്കെയാണെങ്കിലും ജൂതന്മാർ. അതിന്റെ പേരിൽ നിലനിൽക്കുന്നവരാണല്ലോ ജൂതന്മാർ. ജൂതന്മാർ ഏറ്റവും വലിയ പുണ്യപുരുഷനായി കാണുന്നത് ആരെയാ? മോസസിനെ, മോശയെ, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അദ്ദേഹം വലിയ പുണ്യപുരുഷനാണ്, അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകനാണ്, ദൈവവുമല്ല ദൈവപുത്രനുമല്ല. ജൂതമതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഏതു ഗ്രന്ഥത്തിലാണ് സ്വർഗത്തെ പറയാത്തത്? പുണ്യപ്രവാചകന്റെ ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മൂസ വന്നിട്ടുള്ളത് അലൈഹിസ്സലാം. ഇത് മുഹമ്മദ് നബിയുടെ മിഥ്യാസങ്കല്പമാണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ അസൂയയും ദേഷ്യവും? എന്താ നിങ്ങൾ ഇത് പഠിക്കാത്തത്? ഇനി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, അള്ളാഹു അവർക്ക് നിത്യശാന്തി നൽകട്ടെ, മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം കോടിക്കണക്കായ ക്രിസ്തീയ സമൂഹം അംഗീകരിക്കുന്ന ആളാണല്ലോ ഈസ എന്ന യേശു. അതിൽ തർക്കമില്ലല്ലോ. ദൈവമോ പുത്രനോ പ്രവാചകനോ ഇവിടെയല്ലേ തർക്കമുള്ളൂ. അദ്ദേഹം മഹാനാണ് എന്ന കാര്യത്തിൽ ജൂതർക്കോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ തർക്കമില്ല. എല്ലാവരും അംഗീകരിക്കേണ്ടി വരും, അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പ്രവാചകന്മാരെ ആരെങ്കിലും നിഷേധിച്ചാൽ അയാൾ ഇസ്ലാം അല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള ദേഷ്യം കാരണം ഒരാൾ മൂസയെ നിഷേധിച്ചാൽ അലൈഹിസ്സലാം, ഈസായെ നിഷേധിച്ചാൽ അലൈഹിസ്സലാം അവരെ മുസ്ലിമായി ഗണിക്കുകയില്ല, അവർ ഇസ്ലാമിന് പുറത്തായിരിക്കും. എന്തുകൊണ്ട്? അവരിൽ വിശ്വസിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. ഈ യുക്തിവാദികൾ എന്തുകൊണ്ട് ആ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നില്ല? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മുഹമ്മദ് തട്ടിവിട്ടതാണ് പറയുന്നത്. അതൊക്കെ വലിയ വായിലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ വലിയ വായിലെ പ്രസംഗിക്കുന്ന മലയാളികളായ യുക്തിവാദികൾ ധാരാളം. അവരൊക്കെ വഞ്ചിതരായ ആളുകൾ ഒന്ന് പരിശോധിക്കണം. എവിടെയാണ് പ്രവാചക മതങ്ങളായി ലോകത്ത് നിലനിൽക്കുന്ന ഏതു മതത്തിലാണ് സ്വർഗത്തെ പറ്റി പറയാത്തത്? സ്വർഗം മുഹമ്മദ് നബി മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. എല്ലാ പ്രവാചകന്മാരും ലോകത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവരും ഐക്യപ്പെട്ട കാര്യം 3 പ്രധാനമായി, അല്ലെങ്കിൽ 3 അടിസ്ഥാനത്തിലാണ്. 1, ദൈവം ഒന്നാണ്. 2, എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളിലെ അടിസ്ഥാന കാര്യങ്ങൾ 3. 1, ദൈവം ഏകനാണ്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ തെരഞ്ഞെടുക്കുന്നവരാണല്ലോ പ്രവാചകന്മാർ. അവരാരാണെങ്കിലും അവർ പറഞ്ഞത് എങ്ങനെ അതിന്റെ എസൻസ് ആറ്റി കുറിക്കാൻ 3 കാര്യത്തിലെത്തും. 1, ദൈവം ഒന്നാണ്. അതൊന്നല്ല എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ 10,000-കണക്കിന് കൊല്ലങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഭൂമിയിൽ കാണില്ല. ആദ്യത്തെ പ്രവാചകൻ സയ്യിദ്ന ആദം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ഇടയിൽ വന്ന ഒരു രേഖയനുസരിച്ച് 1,24,000 പ്രവാചകന്മാർ, നബിമാർ. അവരെല്ലാം ഊന്നി പറഞ്ഞ ഒരു കാര്യം ദൈവം ഒന്നാണ്. 2, ഞങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത, അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരാണ്. 1, വഹ്ദാനിയത്ത്. 2, നുബുവത്ത്. 3, അൽ ബഅസ് വൻ നുശൂർ.
നബിമാരും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനങ്ങളിലെ അടിസ്ഥാനം. ഒന്ന്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒന്നാണ്. അല്ലാഹ് എന്ന് പറഞ്ഞവരുണ്ടാകാം, മനസ്സിലായില്ലേ പറഞ്ഞത്? അവരവരുടെ ഭാഷയിൽ പറഞ്ഞവരുണ്ടാകാം. എല്ലാവരും അറബികളല്ലല്ലോ. സർവേശ്വരനായ അല്ലാഹ്, മനസ്സിലായല്ലോ പറഞ്ഞത്? ചിന്തിക്കണം. അവൻ ഏകനാണെന്ന് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ഞങ്ങൾ അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരാണ്. ഇതാണ് രണ്ടാം കാര്യം. മൂന്ന്, ഈ ലോകം അവസാനിക്കുകയും പുതിയ ഒരു ലോകം ഉദയം ചെയ്യുകയും ഉണ്ടാവും. ഈ ലോകം ഒരു ഘട്ടം കഴിഞ്ഞാൽ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കപ്പെടും. അതിനുശേഷം ആത്മാവുകളെ വീണ്ടും ശരീരങ്ങളിലേക്ക് മടക്കപ്പെടും. ഇതിനാണ് ബഅസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കൃത്യമായ വിചാരണയുണ്ടാകും, നന്മയുടെയും തിന്മയുടെയും. അതിനുശേഷം ഒന്നിരിക്കൽ സ്വർഗമുണ്ടാകും, അല്ലെങ്കിൽ നരകമുണ്ടാകും. ഇത് പറയാത്ത ഒരു നബിയിൽ എല്ലാ നബി അതാണ്. അതല്ലാതെ എന്താ പുണ്യ റസൂൽ പറഞ്ഞത്? അതല്ലാതെ എന്താണ് മുഹമ്മദ് മുസ്തഫയും പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? പുണ്യ റസൂൽ സല്ലല്ലാഹു ലോക പ്രശസ്തമായ അവിടുത്തെ അൽ ഖുത്ബത്തുൽ മഷ്ഹൂറ, ലോക പ്രസിദ്ധമായ പുണ്യ റസൂലിന്റെ അന്ത്യപ്രഭാഷണം, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അന്ത്യപ്രഭാഷണം എന്ന പേരിൽ പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ പുണ്യ റസൂൽ പറഞ്ഞത്, അർറായിദു ലാ യക്ദിബു അഹ്ലഹു. ഒരു ജനത്തിന്റെ മുന്നിൽ നടക്കുന്നവൻ ഒരിക്കലും ആ ജനത്തോട് കളവ് പറയാൻ പാടില്ല, കളവ് പറയില്ല. ഞാൻ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരാളാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സുഖവും ദുഃഖവും തീരുമാനത്തിനും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് റായിദ്. മനസ്സിലായോ? ഒരു യാത്രാ സംഘത്തിന് മുന്നിൽ ഒരാൾ പോകും, അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്തിനാ ഓടുന്നത്? എവിടെയെല്ലാം അപകടം പതിയിരിക്കുന്നുണ്ടോ അയാൾ പെട്ടെന്ന് തിരിച്ചു വന്ന് പറയുന്നു, നമ്മൾ വഴി മാറ്റേണ്ടതുണ്ട്, ശത്രുക്കളുണ്ട്, അല്ലെങ്കിൽ അവിടെ കാട്ടാനക്കൂട്ടമുണ്ട്, അല്ലെങ്കിൽ ഹിംസ. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ കൊള്ളക്കാരുടെയൊക്കെ താവളങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഞാൻ ആട്ടിടയനെ കണ്ടു, അയാൾ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കണ്ട വഴിയിൽ കണ്ടുപോയ സംഘം പറഞ്ഞു, ഞങ്ങൾ വരുന്ന വഴിയിൽ വഴിക്കൊള്ളക്കാരെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഈ വഴി മാറിപ്പോകുന്ന നല്ലത് എന്ന് ഇയാളോട് പറയും. ഇയാൾ പെട്ടെന്ന് തിരിച്ചൊന്ന് പറയും. അതേപോലെ ഇയാളുടെ മുന്നിൽ, ഈ സംഘത്തിന്റെ മുന്നിൽ നടക്കുന്ന ആൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, എവിടെയാണ് സംഘത്തിന് വിശ്രമിക്കാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു പച്ചപ്പുള്ളത്. മരുപ്പച്ച, മരീചികയല്ല, മരുപ്പച്ചയും മരീചിക എന്നത് ഒരു എന്താ പറയാ ഒരു തോന്നലാണ്. മരീചിക, മരുപ്പച്ച. മരുഭൂമിയിൽ അങ്ങിങ്ങായി വെള്ളമുള്ള സ്ഥലമുണ്ടാവും. ആ വെള്ളമുള്ള സ്ഥലങ്ങളെ കണ്ടെത്തുകയും ഇയാളുടെ ഉത്തരവാദിത്തമാണ്. ഇയാൾക്ക് വേണമെങ്കിൽ പൈലറ്റ് എന്ന് പറയും. മനസ്സിലാണ്ട് പറഞ്ഞത്? അങ്ങനെ പറയാം. മുന്നിൽ ഒരാൾ പോകും, അയാൾ ഇത് പരിശോധിക്കും, എന്നിട്ട് പച്ചപ്പ് എവിടെയെങ്കിലും കണ്ടെത്തും ഇയാൾ. ചിലപ്പോൾ ഈ സംഘത്തിന് പരിചയമുള്ള പച്ചപ്പ് തേടി പോവുമായിരിക്കും. അവിടെ വെള്ളം ഉണ്ടാവും, അവിടെ വിശ്രമിക്കാം, അവിടെ കുറെ മരങ്ങൾ ഉണ്ടാവും, അവിടെ എന്തെങ്കിലും വല്ല സത്രങ്ങൾ ഉണ്ടാവും, അവിടുന്ന് ഭക്ഷണം കഴിക്കാം. ചിലപ്പോൾ ചില മരുപ്പച്ചകളിൽ ചില കാലത്ത് വെള്ളം ഉണ്ടാകൂല, അതും ഇയാൾ നേരത്തെ പോയി കണ്ടെത്തും. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതുവഴി വന്നപ്പോൾ വെള്ളമുണ്ടായിരുന്ന മരുപ്പച്ചയിൽ ഇപ്പോൾ വെള്ളമുണ്ടോ, വിശ്രമിക്കാൻ പറ്റുമോ, അതോ മരുപ്പച്ച നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, കൊള്ളക്കാരാലോ മറ്റോ. ഇതൊക്കെ കണ്ടെത്തുന്ന പണിയാണ് ആരുടേത്? റായിദിന്റേത്. ഏറ്റവും സത്യസന്ധനായ ആളെ മാത്രമേ റായിദായി തിരഞ്ഞെടുക്കൂ. മനസ്സിലായോ? ഒരു സംഘത്തിന് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളെ ആ സംഘത്തിന്റെ റായിദാവും. മാനവരാശിക്ക് റായിദായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. എല്ലാ പ്രവാചകന്മാരും റായിദുകളാണ്. അതായത് മാനവരാശിയുടെ ഗുണമെവിടെ, ദോഷമെവിടെ എന്ന് അള്ളാഹുവിന്റെ സന്ദേശം കിട്ടി അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് എല്ലാ പ്രവാചകന്മാരുടേതും. അപ്രകാരമുള്ള ഒരു പ്രവാചകനാണ് ഞാനും. ആര് പറഞ്ഞു? പുണ്യ റസൂൽ.
മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരിക്കലും ഒരു റായിദിന് തന്റെ സംഘത്തോട് കളവ് പറയാൻ പറ്റില്ല. കളവ് പറയുന്നവൻ യഥാർത്ഥ റായിദുമാവില്ല. ഞാൻ നിങ്ങൾക്ക് റായിദായി അള്ളാഹു തെരഞ്ഞെടുത്തതാണ്, ഞാൻ ഏറെ സത്യസന്ധനാണെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുന്ന വസ്തുതയുമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കളവ് പറഞ്ഞതായി തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഒരാളാണ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെയൊക്കെ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിട്ടും ഒരു ശത്രു പോലും മുഹമ്മദ് നബി കളവ് പറഞ്ഞവനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥ റായിദാണ് മുഹമ്മദ്. എല്ലാ പ്രവാചകന്മാരും അതാത് കാലഘട്ടത്തിൽ ജനത്തിന്റെ റായിദുകളായിരുന്നു. ഇങ്ങനെ റായിദുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അതാത് കാലത്തെ ജനങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ കുട്ടികളെ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? വളരെ ഇന്റലിജന്റ് ആയി ഇത് മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ചിന്തിക്കണം. ഏറെ വെല്ലുവിളികളുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. നിങ്ങൾ നാളെ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള പ്രബോധകരാണ്. അപ്പോൾ നിങ്ങൾ കാര്യത്തെ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ പറയുന്നവർക്ക് ഒരു തെളിവുമില്ല. അവർ അവരുടെ ചില സന്ദേഹങ്ങൾ കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കും. ഇതാകട്ടെ യാഥാർത്ഥ്യമാണ്. എല്ലാ പ്രവാചകന്മാരും അതാതു ജനത്തിന്റെ റായിദുകളാണ്. ഒരു സംഘത്തിന്റെ മുന്നിൽ പോകുന്ന ആളെ പോലെയാണ് എല്ലാ നബിമാരും. എന്താണ് അയാളുടെ ഉത്തരവാദിത്വം? അവരുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അവരുടെ സന്തോഷ സന്താപങ്ങളെയും അവരുടെ രക്ഷയെയും അവരുടെ ആപത്തിനെയും നേരത്തെ മനസ്സിലാക്കി ഇവരോട് പറയുക എന്നതാണ് ആരുടെ ധർമ്മം? റായിദിന്റെ ധർമ്മം. എല്ലാ നബിമാരും അതാതു ജനത്തിന്റെ റായിദുകളാണ്. ഞാൻ നിങ്ങൾക്കുള്ള മാനവരാശിക്ക് മുഴുവനും അള്ളാഹു നിശ്ചയിച്ചു തന്ന റായിദാണ് ഞാൻ. ഒരിക്കലും ഒരു റായിദ് കളവ് പറയാൻ പാടില്ല. കളവ് പറയുന്നവരെ റായിദായി നിശ്ചയിക്കുകയുമില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അതുറപ്പ്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടുത്തെ അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും അവിടുന്ന് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്? വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ്സ വ ഇലൻ നാസി അമ്മ. ഞാൻ എല്ലാവർക്കുമുള്ള നബിയാണ്, റസൂലാണ്. അതായത് ദിവ്യ വെളിപ്പാട്, ദിവ്യ സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മാനവരാശിക്ക് ഇതാണ് ഞാൻ. ഞാൻ ഒരിക്കലും നിങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെ വാദം, ശത്രുവിന് പോലും വാദമില്ല. അബൂജഹൽ പോലും അവസാനം പറഞ്ഞത് ഇന്ന മുഹമ്മദൻ ലാ യക്ദിബു, മുഹമ്മദ് കളവ് പറയില്ല. മനസ്സിലായോ പറഞ്ഞത്? മുഹമ്മദ് കളവ് പിന്നെ പിടിച്ചു നിൽക്കാൻ പറയല്ല, നിർവാഹമില്ല. അതേ സമയത്ത് മുഹമ്മദ് സത്യസന്ധനാണ് എന്ന് എനിക്കുറപ്പാണ്. ആര് പറഞ്ഞേ? അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടത്തിലും അബൂജഹൽ പറഞ്ഞു മുഹമ്മദ് സത്യസന്ധൻ. മുഹമ്മദ് അതിന്റെ ആയുസ്സിൽ ഒരു കളവ് പറഞ്ഞതായി എനിക്കറിവില്ല കൂട്ടുകാരാൻ തന്റെ കൂട്ടുകാരനായ ആളോട് അബൂജഹൽ പറഞ്ഞതായി ചരിത്രത്തിൽ രേഖകൾ കാണാം. മനസ്സിലായോ? പറഞ്ഞു ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്? വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കും. അതായത് ഒരു തരം ഉറക്കമാണല്ലോ മരണം. നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കും. ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ തന്നെയാണ്. തന്നെയാണല്ലോ പ്രത്യക്ഷ ശൈലിയിൽ എന്ത് ഉറക്കം, അതന്നെയാണല്ലോ എന്തും മരണവും. അവസാന പ്രഭാഷണത്തിൽ പുണ്യ റസൂൽ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലതുബഅതുന്ന കമാ തസ്തയഖിലൂൻ, നിങ്ങൾ ഉണരും പോലെ നിങ്ങൾ പുനരുദ്ധാന നാളിൽ വരികയും ചെയ്യും. വലതുബഅതുന്ന, അന്ത്യനാളിൽ നിങ്ങളെ പുനരുദ്ധാനം ചെയ്യിക്കപ്പെടും. കമാ തസ്തയഖിലൂൻ, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെ. ഖബറിൽ ഇങ്ങനെ കിടന്നിട്ട് പിന്നെ അന്ത്യനാളിൽ നിങ്ങൾ എണീപ്പിക്കും. ഏത് എങ്ങനെ എണീപ്പിക്കും? പറ. ഉറക്കിൽ നിന്ന് എണീക്കും പോലെ നിങ്ങളെ എണീപ്പിക്കും പുനരുദ്ധാന നാളിൽ. അതായത് നിങ്ങൾക്കപ്പം എന്തുണ്ടാവും? ഉറക്കുന്ന എണീക്കുമ്പോൾ എന്തുണ്ടാവും? ഉറക്കുന്ന എണീക്കുമ്പോൾ ശരീരം ഉണ്ടാവും, ആത്മാവുണ്ടാവും. നിങ്ങൾ ഉറങ്ങും പോലെ മരിക്കും. ശരീരം ഉണ്ടാവും, ആത്മാവുണ്ടാവും. പിന്നെ ആത്മാവ് തൽക്കാലം നിങ്ങളെ വിട്ടുപിരിയും. പ്രത്യക്ഷം കണ്ട ഉറങ്ങൽ തന്നെ.
പിന്നെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളെ പുനരുത്ഥാനം ചെയ്യപ്പെടുകയുമാവും. അതായത് ഉറക്കിൽ നിന്ന് എണീപ്പിക്കുന്നത് പോലെ ശരീരവും ആത്മാവും നിങ്ങൾക്ക് ഉണ്ടാവും. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഊത്ത് കേട്ടാൽ എണീക്കും. അതായത് ഓടാനും നടക്കാനും ഒക്കെയുള്ള ശരീരവും മനസ്സും ആത്മാവും എല്ലാം നിങ്ങൾക്കുണ്ടാവും. പിന്നെയോ പിന്നെ പിന്നെ നിങ്ങളുടെ എത്തിച്ചേരൽ ഒന്നിരിക്കൽ സ്വർഗത്തിലേക്കായിരിക്കും, അത് എന്നും എന്നുമാവും. അല്ലെങ്കിൽ നരകത്തിലേക്കായിരിക്കും, അതും എന്നും എന്നുമാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതായത് ഇതിന്റെ അന്തരാർത്ഥം എന്ത്? വല്ലാഹി ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ഏകനാണ്. ഇനി റസൂലുള്ളാഹിയിലേക്കും, ഞാൻ റസൂലാണ്. എല്ലാ നബിമാരും പറഞ്ഞത് അള്ളാഹുവിന്റെ ഏകത്വം. 2 റിസാലത്ത്, 3 ബഅത്ത്. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്ക്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, എല്ലാ നബിമാരും ഊന്നി പറഞ്ഞ 3 കാര്യങ്ങൾ, അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമായ 3 കാര്യങ്ങൾ. ഒന്ന് തൗഹീദ്, വല്ലാഹി ലാ ഇലാഹ ഇല്ലാഹു, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും വഇലൻ നാസ്, ഞാൻ മാനവരാശിക്കുള്ള റസൂലാണ്. റിസാലത്ത്. ഇന്നകും ലതമൂതുന്ന കമാ തനാമൂൻ വലതുബഅതുന്ന കമാ തസ്തയഖിലൂൻ, നിങ്ങൾ ഉറങ്ങും പോലെ മരിക്കും, പിന്നെ ഉണർന്നെണീക്കും പോലെ നിങ്ങൾ മഹ്ശറിൽ വരും. പിന്നെയോ പിന്നെ ഇന്നഹാ ലജന്നത്തുൻ അബദാ ഔ ലനാറുൻ അബദാ, പിന്നെ നിങ്ങളെ യാത്രയുടെ അന്ത്യത്തിലെത്തും. നിങ്ങൾ ഇതൊരു യാത്രയാണ്, എവിടുന്നോ പുറപ്പെട്ടതാണ്, ഇതൊരു യാത്രയാണ്. എന്താ അന്ത്യം? ഒന്നിരിക്കൽ സ്വർഗത്തിൽ ശാശ്വതരാകും, അല്ലെങ്കിൽ നരകത്തിൽ ശാശ്വതം. ഇത് പറയാത്ത ഒരു നബിയില്ല, ആദം മുതൽ ഇത് പറയാത്ത ഒരു പ്രവാചകനില്ല. ഇത് മുഹമ്മദ് നബിയുടെ നിത്യാസങ്കല്പമാകുന്നത് എങ്ങനെ? ഏത് കാലത്തും പ്രവാചകന്മാർ മാനവരാശിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്ക. എന്റെ കയ്യിലുള്ളത് സത്യവേദ പുസ്തകം എന്ന പേരിൽ നമ്മുടെ ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥം. യുക്തിവാദികൾ ഇതൊക്കെ പരിശോധിക്കണം. ഇതൊക്കെ മുഹമ്മദിന്റെ മിഥ്യാസങ്കല്പമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന യുക്തിവാദികൾ ഇത് ചിന്തിക്കണം. ഇങ്ങനെ നിങ്ങൾ നിഷേധിച്ചാൽ 1,24,000 പുണ്യപുരുഷന്മാരുടെ സന്ദേശവും നിഷേധിക്കേണ്ടി വരും. ഇങ്ങനെയാവുമ്പോൾ പിന്നെ നിങ്ങളെ കാര്യത്തിലല്ല അത്ഭുതം, നിങ്ങളെ വിശ്വസിക്കുന്നവരുടെ കാര്യത്തിലാണ് പിന്നെ അത്ഭുതം. 1,24,000 പുണ്യപുരുഷന്മാരെയും നിഷേധിക്കുന്ന ഒരുത്തന്നെ അംഗീകരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അവരോട് നമുക്ക് വർത്തമാനമില്ല. ഇത് മുഹമ്മദ് നബിയുടെ മിഥ്യാസങ്കല്പമാണെങ്കിൽ അതെങ്ങനെ ഇത് മുഹമ്മദ് നബിയുടെ മിഥ്യാസങ്കല്പമാവുക? അതെങ്ങനെ?